പച്ചപ്പും പൊടിയും കലർന്ന ചെറിയ ഗ്രാമം കാഞ്ഞിരങ്കുന്ന്. അവിടെ അപ്പു എന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു. സ്വപ്നങ്ങൾ വലുതേ, പക്ഷേ ശീലങ്ങൾ അത്ര തന്നെ മടിയായിരുന്നു. ഓരോ രാവിലെയും അമ്മ വിളിക്കും, അപ്പു എഴുന്നേൽക്കെടാ, സൂര്യൻ കരിയുന്നു. അപ്പു പറയും, ഇനി 5 മിനിറ്റ് അമ്മേ. പിന്നെ വീണ്ടും ഉറക്കം. അപ്പു എന്നും പറയും, എനിക്ക് വലിയൊന്നാകണം. പക്ഷേ അവൻ ഒന്നും ദിവസവും തുടരാറില്ല. ഒരു ദിവസം വ്യായാമം, അടുത്ത ദിവസം ഇല്ല. ഒരു ദിവസം പഠനം, പിന്നെ മീനുകൾ പിടിക്കാൻ പുഴയിലേക്ക്. ഒരു ദിവസം ഗ്രാമത്തിന്റെ അരികിൽ താമസിക്കുന്ന വിരമിച്ച സൈനികനായ രാമൻ കച്ചാവുയെ അപ്പു കണ്ടു. കച്ചാവു ഓരോ ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വീട് വാരി വ്യായാമം ചെയ്തു പുസ്തകം വായിച്ച് തോട്ടത്തിൽ ജോലി ചെയ്യും. ഒരു ദിവസം അപ്പു ചോദിച്ചു, കച്ചാവേ, ഇത്രയും ദിവസവും ചെയ്യുന്നത് ബോറാ, എന്തിന് ഇത്ര കൃത്യമായി? കച്ചാവു ചിരിച്ചു പറഞ്ഞു, മോനെ, ശീലങ്ങൾ കർഷകനെ പോലെ. ഇന്ന് നട്ടത് നാളെയാണ് വിളയുന്നത്. നല്ല ശീലങ്ങൾ നിന്നെ ഉയർത്തും, മോശം ശീലങ്ങൾ താഴ്ത്തും. ഈ വാക്കുകൾ അപ്പുവിന്റെ മനസ്സിൽ തന്നെ. അടുത്ത ദിവസം പുലർച്ചെ അപ്പു എഴുന്നേറ്റു. ഉറക്കം അലമ്പിച്ചു. പക്ഷേ കച്ചാവുവിന്റെ വാക്കുകൾ ഓർത്തു. മുഖം കഴുകി ചെരുപ്പ് കെട്ടി ഓടാൻ പോയി. 200 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസം മുട്ടി. പക്ഷേ നിർത്തിയില്ല. 2-ാം ദിവസം വീണ്ടും, 3-ാം ദിവസം വീണ്ടും. ഒരു ആഴ്ചയ്ക്ക് ശേഷം കാലുകൾ വേദനിച്ചെങ്കിലും അപ്പു ശക്തനായതായി തോന്നി. അവൻ മറ്റൊരു ശീലം തുടങ്ങി. 1 മണിക്കൂർ പഠനം. മാസങ്ങൾ കടന്നു. ഒരു ദിവസം ആൽമരത്തിനടിയിൽ ഇരിക്കുമ്പോൾ ഈരമയും മനസ്സും മാറിയതായി അപ്പു കണ്ടു. കൂട്ടുകാരൻ ഷിബു ചോദിച്ചു, അപ്പു, ഇത്ര മാറിയത് എങ്ങനെ? അപ്പു ചിരിച്ചു. ഒന്നൊന്നായി ഓരോ ദിവസം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ വന്നു വലിയ അവസരം, സർക്കാർ ജോലി പരീക്ഷ. ഫിസിക്കൽ ടെസ്റ്റും എഴുത്തു പരീക്ഷയും. പരീക്ഷാ ദിവസം പലരും വേഗത്തിൽ ഓടി പെട്ടെന്ന് തളർന്നു. അപ്പു ഭയഭീതമായി ശാന്തമായി ഓടി. ശീലം അവനെ പിന്തുണച്ചു. അവൻ ഫിസിക്കൽ പാസ്സായി. എഴുത്തു പരീക്ഷയും ആത്മവിശ്വാസത്തോടെ എഴുതി. അവൻ അതും പാസ്സായി. അവസാനം ഒരു കത്ത് വന്നു. അഭിനന്ദനങ്ങൾ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പുവിന്റെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു. അമ്മേ, ഞാൻ നേടി. അമ്മ അവനെ ചേർത്ത് പിടിച്ചു. ഗ്രാമം സന്തോഷിച്ചു. ഏറ്റവും സന്തോഷിച്ചത് രാമൻ കച്ചാവോ. മോനെ, തുടങ്ങാൻ പ്രചോദനം മതി, തുടരാൻ ശീലം വേണം. പാഠം: വലിയ മാറ്റത്തിന് വലിയ കാര്യങ്ങൾ വേണ്ട. ദിവസവും ചെയ്യുന്ന ചെറിയ ശീലങ്ങൾ ആണ് ജീവിതം മാറ്റുന്നത്.